സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ യാത്ര ചോബാറിലേക്കാണ്. ഞാൻ താമസിക്കുന്ന തമിഴിൽ നിന്ന് ലോക്കൽ ബസ് കയറിയിട്ടാണ് ഞാൻ ചോബാറിലേക്ക് യാത്രയാവുന്നത്. ഈ ചോബാർ എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള നഗരി തന്നെയാണ്. പുരാതനമായിട്ടുള്ള നഗരങ്ങൾ തന്നെയാണ് നേപ്പാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എത്തി നിൽക്കുന്നത് ആദിനാഥ് ലോകേശ്വർ എന്ന ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ശരിക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഒരു ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം പോലെ. ആരുമില്ല. ഒരു കുന്നിൻ മുകളിലെ ഈ ക്ഷേത്രത്തിൽ ഞാൻ എത്തുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു അമ്മമ്മയാണ്. അവർക്ക് ഹിന്ദി ശരിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ചോദിച്ചു. നമസ്തേ. നമസ്തേ. നെയിം നാം? मेरा नाम संतु तुलादार. संतु तुलादार. तुलादार. കൂടുതലൊന്നും ഞാനും ചോദിക്കാൻ പോയില്ല. എനിക്കിവിടെ വന്ന് കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇവിടുത്തെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയാണ്. ആ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരത് പറഞ്ഞ് അവർ പോയി. പിന്നീട് ഞാനിവിടെ ആളുകളെ തിരയുന്നുണ്ടായിരുന്നു. ആരെയും കാണാനില്ല. ശരിക്കും ഈ കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി വന്ന് ഈ ഒരു ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഒരു തരം ഭയപ്പെടുത്തുന്ന ഫീല് തന്നെയാണ് എനിക്കിവിടെ മുഴുവൻ കാണാനായിട്ട് പറ്റിയത്. ഞാനങ്ങനെ കുറേ നേരം അത് ഷൂട്ട് ചെയ്തു. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആരെയും കാണാനില്ല. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ പാത്രങ്ങളൊക്കെ വഴിപാടായിട്ട് തൂക്കിയിരിക്കുന്നതാണ്. നമ്മുടെ പൂർവികന്മാർക്ക് അവരുടെ ആ ഒരു പൂർവികന്മാരിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നത് എന്നാണ് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ, അതെല്ലാം കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേകതരം ഫീലാണ് കിട്ടിയത്. ഒരു അച്ഛനും മകനാണെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് അവരുടെ സഞ്ചിയിൽ നിന്ന് കുറേ സാധനങ്ങൾ അവരിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് കുറച്ച് ഹിന്ദി അറിയായിരുന്നു. പിന്നെ വയസ്സായ ആൾക്ക് മുഴുവൻ നേപ്പാളി ഭാഷയെ അറിയൂ, ഹിന്ദി അറിയില്ല. അപ്പോൾ അതിൻ്റെ മകൻ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവർ ഓഫറിങ്സ് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അവരുടെ പ്രാർത്ഥന ഇവിടെ അർപ്പിക്കുകയാണ്. ഈ ഒരു ദേവൻ്റെ മുന്നിൽ ആ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ അത് അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ അനുഗ്രഹം അവരിലേക്ക് എത്തുവാൻ ആ ഒരു പ്രാർത്ഥന കൊണ്ട് സാധ്യമാകുന്നു എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് കുറേയധികം ആളുകൾ അവരുടെ പൂർവ്വ പിതാക്കന്മാരെ സ്മരിക്കുന്നതിനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ വയസ്സായ ആൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം അദ്ദേഹം നേപ്പാളി ഭാഷയിലാണ് പറയുന്നത്. എങ്കിൽ കൂടി കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. അത് ഈ ഒരു ദേവൻ, ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ ഈ സെയിം ദേവന്മാരുടെ 4 രൂപങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങളാണ്. അതിലെ ആദിനാഥൻ എന്ന് പറയുന്ന ദേവനായിട്ടാണ് ഇവിടെ ഇദ്ദേഹം കുടികൊള്ളുന്നത്. കുഷ്ഠരോഗ നിവാരണത്തിനൊക്കെ വിശേഷമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം തന്നെ നമ്മുടെ ആൻസെസ്റ്റേഴ്സിൻ്റെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുവാനും ഈ ഒരു ക്ഷേത്രം സഹായിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ये भगवान परीक्षा कार्तिक महीने 1 महीने थोड़ी देर बाद फिर आऊंगा मैं. ഓക്കെ. അല്പം കഴിഞ്ഞപ്പോൾ ഇവിടെ നട തുറക്കാനായിട്ട് പൂജാരി വന്നു. അദ്ദേഹം അതിന് തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് നട ഒന്ന് തുറന്നിട്ട് വീണ്ടും അദ്ദേഹം പോയി. കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയി.
അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞു തരാം കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം മുഴുവനും. ക്ഷേത്രത്തിൻ്റെ പഴക്കമാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത്. ആ 15-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ 1640 വീണ്ടും ഇത് കുറേ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇതിൽ മുകളിൽ നടത്തി എന്നും പറയുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്ഷേത്രത്തെ വിനോദ സഞ്ചാരികൾ വിളിക്കുന്ന ഒരു പേര് ചട്ടികളും പാത്രങ്ങളും ഉള്ള ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇവിടെ ഈ ലോക്കൽ ആളുകൾ പറയുന്നൊരു കാര്യം. വിദേശികൾ വന്നിട്ട് ഈ ഒരു ഇംഗ്ലീഷുകാരുള്ള ആൾക്കാർ അവരെല്ലാം ഈ ഒരു ക്ഷേത്രത്തെ ചട്ടികളും പാത്രങ്ങളും ഉള്ള ക്ഷേത്രം എന്നാണ് അത്ര വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഓഫറിങ്സ്, നമ്മുടെ പ്രാർത്ഥനകൾ ഈ ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് അവർക്ക് ഉള്ള ഫുഡിന് ഉള്ള ഭക്ഷണത്തിന് ഉള്ള പാത്രങ്ങൾ, അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ, തവി തുടങ്ങിയ സംഗതികളൊക്കെയാണ് ഇവിടെ ഓഫറിങ്സ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന അത് ഒരു എന്താ പറയുക, ഈ ഒരു പാത്രങ്ങളിലൂടെയൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ ഒരു തരത്തിലാണ്. ഞാനും ഒരു വിളക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ കത്തിച്ചു വെച്ചു. എൻ്റെ പൂർവ്വ പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ ഇവിടെ അർപ്പിച്ചു. ശരിക്കും ഒരു ഏകാന്തതയോ പ്രാവുകൾ കുറുകുന്ന ആ ഒരു ശബ്ദം മാത്രമേ നമുക്കിവിടെ ഫീലായിട്ട് കിട്ടുന്നുള്ളൂ. വേറെ ക്ഷേത്രങ്ങളെ പോലെയല്ല എനിക്കിവിടെ ഫീലായിട്ട് കിട്ടിയത്. ഒരുതരം നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊരു ഭയം നൽകുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ക്ഷേത്രമായിട്ട് എനിക്ക് ഈ ഒരു ക്ഷേത്രത്തെ കാണാനായിട്ട് കഴിയുകയാണ്. അതെൻ്റെ മാത്രം തോന്നലുകളാണോ എന്നെനിക്കറിയില്ല. എൻ്റെ പിതൃക്കളെ സ്മരിക്കാനുള്ള ഒരവസരം ഈ ഒരു ക്ഷേത്രത്തിൽ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടി ഒരു വിളക്ക് എൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു വെച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഒരു നമ്മുടെ പിതൃക്കളെ സ്മരിക്കാനുള്ളൊരു ക്ഷേത്രമായിട്ടാണ് ഈ ആദിനാഥ് ലോകേശ്വർ എന്ന ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ മൂർത്തിയായിട്ടുള്ള ഈ ഭഗവാൻ അത് 4 മത്സ്യേന്ദ്രന്മാരിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബുദ്ധമതക്കാരും അതേപോലെ തന്നെ ഹിന്ദു മതക്കാരും ഒരേപോലെ വിശ്വസിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് പിതാക്കന്മാരെ സ്മരിക്കാനുള്ള ക്ഷേത്രമായിട്ടാണ് അവർ കരുതപ്പെടുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പ്രാർത്ഥനകളാണ്, ഇവിടുത്തെ പ്രാർത്ഥനകളാണ്, ആളുകൾ കൊടുന്ന് വയ്ക്കുന്നതാണ് ഇതെല്ലാം. എത്രയോ പുരാതനമായിട്ടുള്ള പ്രാർത്ഥനകളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു 1600-കളിലൊക്കെ ഉണ്ടായിരുന്ന ജനങ്ങൾ, അവർ മുന്നേ പ്രാർത്ഥിച്ചു വെച്ച സംഗതികളൊക്കെ ഇവിടെ അതേപടി നിലനിൽക്കുന്നു. ആ ഒരു എന്താ പറയുക, നിശബ്ദതയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ എന്തൊക്കെയോ അവശേഷിപ്പുകളോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരമൊരു ഫീലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവത്തിൽ വരിക. എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും വേറൊരു ക്ഷേത്രത്തിലും എനിക്ക് പോയിട്ട് ഇങ്ങനെ ഒരു പേടിയോടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇതൊരു കുന്നിൻ മുകളിലാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു കുറച്ച് സമയം. ആ സമയത്തൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത്രത്തോളം നമ്മളെ ചില സമയങ്ങളിലൊക്കെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ബാക്കിൽ ആരോ വന്നിട്ട് നമ്മളെ തോണ്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു തരത്തിലുള്ള അതെൻ്റെ മാത്രം ഫീലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരത്തിലൊരു ഫീലാണ് ഈ ഒരു ക്ഷേത്രം മുഴുവൻ എനിക്ക് നൽകിയത്. പിതൃക്കളെ സ്മരിക്കുക എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുക, അത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ഇവിടെ ആ ഒരു ക്ഷേത്രമായിട്ട്, അത്തരത്തിലുള്ളൊരു ക്ഷേത്രമായിട്ട്
പുരാതനമായിട്ടുള്ള ഈ കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഹൃദയ ഭാഗത്ത് നിന്ന് അല്പം മാറിയിട്ട് ചോബാർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഞാനൊരു എന്താ പറയുക, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നേ പറഞ്ഞത്. പ്രാർത്ഥനകൾക്ക് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ടാവുന്നത് നമ്മുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ കുറേ നേരം നിശബ്ദമായിട്ട് നിൽക്കാനും ഇവിടെ നിന്ന് ഇതൊക്കെ കാണുവാനും കഴിയുന്ന ഒരവസ്ഥ, അതെന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനെയും അമ്മയെയുമൊക്കെ മരണപ്പെട്ടു പോയ അവരുടെ ആത്മാക്കളെ, ആ ആത്മാക്കൾക്ക് നല്ലത് വരുത്തണേ എന്ന് ഈ ഒരു ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ളൊരവസരമായിട്ട് ഞാൻ അതിനെ വിനിയോഗിച്ചു. ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഈ ഒരു നിശബ്ദത നിറഞ്ഞ ഫീല്, എന്തൊക്കെയോ ഓർമ്മകൾ, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഓർമ്മകൾ എന്നിലേക്ക് എത്തിച്ചു. ഈ ഒരു ദേവൻ്റെ മുന്നിൽ ഞാനത് സമർപ്പിച്ചു. ना छुट्टा छ बेस डरबो चाहिए अनि बुधवार दैट Wait, I will come. Wait there. Hello? Hello brother, wait there. I will come. 2 minutes. Hello? Hello? गाड़ी वाला है क्या? हाँ, गाड़ी. ഞാൻ തിരിച്ച് ഇവിടുന്ന് ഇറങ്ങാനായിട്ട് ഒരു ഇൻഡ്രൈവിലൊരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആ സമയത്ത് വിളിച്ചു, ഞാൻ അമ്പലത്തിലുള്ള സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിനോട് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിനെക്കുറിച്ച്, ക്ഷേത്രത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. भगवान और ये जिन स्थान ठाउँ है ना, उसका नाम पहले तो मैं क्षमा याचना करता हूँ क्योंकि मुझे हिंदी उतना बड़ा नहीं आता है। ठीक है। फिर भी जितना आता है उतना तो कहता हूँ। ये मंदिर के बारे में, इस ठाउँ के बारे में ആളുകൾ അധികം വരുന്നത് അവരുടെ മരണപ്പെട്ടു പോയ പിതൃക്കളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേറ്റ്, കത്തി, കപ്പ് തുടങ്ങിയ പാത്രങ്ങൾ അവർ തൂക്കിയിടുന്നു. അത് അവരുടെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട സന്തോഷത്തിനുമൊക്കെ വേണ്ടിയിട്ട് തിരിച്ച് ആ ഒരു പിതൃക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്നതാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലെ സന്തുഷ്ടമായ വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടും ആ ഒരു പ്രാർത്ഥനയ്ക്കും വേണ്ടിയും ആളുകൾ ഇവിടെ എത്തുന്നു. അവരുടെ പ്രാർത്ഥന ഇവിടുത്തെ ദേവൻ കൈക്കൊള്ളുന്നു. മത്സ്യേന്ദ്രനാഥനായിട്ടുള്ള ഇവിടുത്തെ ദേവൻ കൈക്കൊള്ളുന്നു. ആ ഒരു അനുഗ്രഹം അവരിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ അനേകം ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടും, പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും, വിവാഹ ജീവിതത്തിൻ്റെ സന്തുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ടും അനേകം ആളുകൾ നേപ്പാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിലെ പുതിയൊരു അധ്യായവും എനിക്കിവിടെ വന്ന് കിട്ടി. കാരണം വേറൊന്നുമല്ല, ഇത്തരം ക്ഷേത്രങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിഭിന്നമായിട്ട് വേറൊരു രാജ്യത്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഇവിടുത്തെ ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം കൂടി ഞാനിവിടെ ചിലവഴിച്ചു. എന്നെ കാത്ത് ഡ്രൈവർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു വണ്ടിയുമായിട്ട്. അങ്ങനെ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് നടന്നു. ഇവിടെ ഈ ഒരു ഗ്രാമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ, അവരുടെ സംസ്കാരം, അവരുടെ പെരുമാറ്റം, അവരുടെ നമ്മളോടുള്ള മനോഭാവം, ഇതെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവിടെയും മലയാളിയാണെന്നറിഞ്ഞപ്പോൾ മലയാളത്തിൽ പറയാനും തമിഴിൽ പാട്ട് പാടാനുമൊക്കെ ആളുകളുണ്ടായിരുന്നു. അവർക്ക് സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തെ അറിയാം. ഒരു ആൾ നമ്മുടെ ഇപ്പം അടുത്ത് ഹിന്ദി റിയാലിറ്റി ഷോയിലെ വിന്നറായിട്ടുള്ള 7 വയസ്സുകാരൻ, നമ്മുടെ അഭിമാനമായിട്ടുള്ള ആവിർഭാവിൻ്റെ വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. പുള്ളി അത് കാണുന്നുണ്ടായിരുന്നു.
അങ്ങനെ അത്തരത്തിൽ ആളുകൾ നമ്മുടെ കേരളത്തെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ. Your name, what is your name? This music also good. Yeah, yes. My name is Rishi Dital. Rishi Nital. Super. You? राजेश साकी. Okay. इधर देखिए. I am Divakar. Okay. My. Us. Yes. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കേരളത്തെ ഇവിടെ എവിടെ പറഞ്ഞാലും കേരളം എന്ന് പറയുമ്പോൾ ആളുകൾ ശരിക്കും ആ ഒരു സ്നേഹം തരുന്നുണ്ട്. അവരുടെ അവർ വായിച്ചിട്ടും കണ്ടിട്ടുള്ള അറിവനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ആണ് നമ്മൾ. അതുപോലെ തന്നെ കേരളത്തിലെ സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ രീതിയിൽ ആളുകൾ എന്നോട് സംസാരിച്ചു. എവിടെ ചെന്നാലും കേരളത്തിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോവുകയാണ് ബൈക്ക് ടാക്സിയിൽ. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേപ്പാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾക്ക് എനിക്കിവിടെ സാക്ഷിയാവേണ്ടി വന്നു. നമ്മൾ മലയാളികളുടെ ആ ഒരു പെരുമാറ്റവും സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ ലോകം മുഴുവൻ അറിയുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഈ ഒരു അംഗീകാരമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സായി ബ്രോ. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും നമ്മുടെ വീഡിയോയ്ക്ക് ഉപകാരപ്രദമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ട് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.